നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭക്തർക്ക് ആധ്യാത്മിക പുണ്യം പകരുന്ന 11 ദിനരാത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന കരിമണ്ണൂർ ആർപ്പാമറ്റം റോഡിലെ കുഴി അപകടക്കെണിയായി മാറുന്നതായി പരാതി. തപസ്യ കലാസാഹിത്യവേദി ഇടുക്കി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ഉത്സവം നടത്തി. ഹോക്കി ഇടുക്കിയുടെ നേതൃത്വത്തിൽ തുടങ്ങനാട് സെന്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഹോക്കി സ്റ്റിക്ക് വിതരണം നടത്തി. LSD സ്റ്റാമ്പും കഞ്ചാവുമായി 3 യുവാക്കളെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. വാർത്തകൾ വിശദമായി. ഭക്തർക്ക് ആധ്യാത്മിക പുണ്യം പകരുന്ന 11 ദിനരാത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതർ മൂകാംബികാദാസൻ KN സുബ്രഹ്മണ്യ അടിക ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ മൂകാംബികാദാസൻ KN സുബ്രഹ്മണ്യ അടിക ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു പരശുരാമ പ്രതിഷ്ഠയാണ്. ഗോകർണ മുതൽ കന്യാകുമാരി വരെ കൊല്ലൂർ മൂകാംബികയോ ഉൾപ്പെടുത്തിയിട്ട് വരുന്ന 108 ശിവാലയങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ഓരോരോ ശിവാലയങ്ങളിലും ഓരോരോ വിധമായ ആചാരാനുഷ്ഠാനങ്ങൾ പരശുരാമ ഭഗവാൻ ശാസിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പരശുരാമ ക്ഷേത്രത്തിൻ്റെ ഒരു ഗുണം എന്നാൽ ശ്രീവിദ്യയുടെ ഏറ്റവും വലിയ ഗുരുസ്ഥാനത്തിലും ശാക്തേയും ശൈവവും രണ്ടും ശാസിക്കുന്ന ഒരു ഈ പ്രപഞ്ചത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ചിരഞ്ജീവിയാണ് പരശുരാമ ഭഗവാൻ. അങ്ങനെ ഈ പരശുരാമ ഭഗവാന്റെ ഒരു സ്ഥലത്തിന് തന്നെ ഞാനും ഇവിടെ വന്നു. അശ്വത്ഥാമോ ബലിർവ്യാസ ഹനുമാശ്ച വിഭീഷണ കൃപഃ പരശുരാമശ്ച സപ്തൈതേ ചിരജീവിനഃ. എപ്പോഴും ചിരം ജീവിച്ചിരിക്കുന്ന ശക്തികളാണ് ഈ 7 പേര്. അപ്പോൾ ഈ 7 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരശുരാമ ഭഗവാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രവും എപ്പോഴും ചിരഞ്ജീവൻ തന്നെയാണ്. അത് ജീർണമായാലും ആ ജീർണം എപ്പോഴും ജീർണോദ്ധാരം ചെയ്തിട്ട് അതിൻ്റെ ഒരു ഐശ്വര്യത്തോടു കൂടി അത് നിൽക്കും. എന്നാൽ പരശുരാമൻ്റെ സങ്കല്പം തന്നെ അങ്ങനെ. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് TS രാജന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ പ്രശസ്ത സിനിമാ താരം ദേവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട മണക്കാട്ടിലെത്ത് പരമേശ്വരൻ നമ്പൂതിരി ചടങ്ങിൽ ആധ്യാത്മിക സന്ദേശം നൽകി. ഇത്രയും കാലം ഈ ക്ഷേത്രം ഇങ്ങനെ ജീർണാവസ്ഥയിൽ കിടന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് നടത്താൻ സാധിക്കാത്തത് എന്ന് വന്നാൽ അതിൻ്റെ ഒരു ഉദ്ദേശം, അതിൻ്റെ അർത്ഥം ഇത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും നല്ലൊരു സൽക്രമം ചെയ്യാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിച്ചത് ഈ നാടിൻ്റെയും ഇതിൽ പ്രവർത്തിക്കുന്നവരുടെയും എല്ലാവരുടെയും അനുഗ്രഹം തന്നെയാണ്. അവർക്ക് അനുഗ്രഹം ഭഗവാനിൽ നിന്ന് 100% ഉണ്ടെന്നുള്ളൊരു ലക്ഷണമാണ്. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി PG രാജശേഖരൻ, ട്രഷറർ KS വിജയൻ, നവീകരണ സമിതി കൺവീനർ PS രാധാകൃഷ്ണൻ, മാതൃസമിതി പ്രസിഡന്റ് മായ ഹരിപ്രസാദ്, ഉപസമിതി കൺവീനർ K ഷിബുമോൻ, ബാലസമിതി പ്രസിഡന്റ് അജയ് സാജു എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ചലച്ചിത്ര പിന്നണി ഗായകൻ സന്നിധാനന്ദൻ നേതൃത്വം നൽകിയ ഭക്തിഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പല്ലാരിമംഗലത്ത് കായിക ബോധവൽക്കരണ സദസ്സ് നടത്തി. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക ഷിബി മാത്യു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KA യൂസഫ് അധ്യക്ഷത വഹിച്ചു. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ C ഡിപ്ലോമ കോച്ചിംഗ് ലൈസൻസ് നേടിയ മിലാൻ സ്പോർട്സ് ഹബ് ചെയർമാൻ ബിന്നി K ജോസിനെ മൊമന്റോ നൽകി ആദരിച്ചു.
പല്ലാരിമംഗലം ദേശീയ വായനശാലയും മിലാൻ ഫുട്ബോൾ ക്ലബ്ബും സംയുക്തമായിട്ടാണ് കായിക ബോധവൽക്കരണ സദസ് നടത്തിയത്. പല്ലാരിമംഗലം പഞ്ചായത്ത് കവലയിൽ നടന്ന സദസ് കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക ഷിബി മാത്യു ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് മിലൻ സ്പോർട്സ് ക്ലബ്ബ്. എനിക്കറിയാം വളരെയധികം കുട്ടികൾ നമ്മുടെ മാർ ബേസിൽ സ്കൂളിൽ ഈ ക്ലബിൽ വന്നിട്ടുണ്ട്. ഒരു ഗ്രാസ് റൂട്ട് ലെവലാണ് ഇവിടെ കുട്ടികളെ വാർത്തെടുക്കുന്നത്. ഇതിൻ്റെ ഭാരവാഹികൾ ഒത്തിരി കഷ്ടപ്പെട്ട് കുട്ടികൾക്കൊരു ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന് ഈ പഞ്ചായത്തിലെ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കായിക ആരോഗ്യ മേഖല നമ്മളുടെ വ്യക്തിത്വം നിലനിർത്തുന്നതിന് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കും. നമുക്കറിയാം 2 വർഷം പുറകോട്ട് ചിന്തിച്ചാൽ നമ്മുടെ എല്ലാവരുടെ അവസ്ഥയെ കുറിച്ച് നമുക്കറിയാം. ആ സമയത്ത് നമ്മുടെ ആരോഗ്യം എന്നത് വളരെ പ്രധാനം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. രാവിലെ എഴുന്നേറ്റ് നമ്മളുടേതായ തിരക്കിലൂടെ പോകുമ്പോൾ 1 മണിക്കൂറെങ്കിലും നമ്മൾ അതിന് വേണ്ടി ഏത് ജോലിയിലായാലും 1 മണിക്കൂറെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മളെല്ലാവരും മനസ്സിലാക്കും. ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായാലും. കാരണം ആദ്യമേ നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യമുള്ള ശരീരത്താണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. ആരോഗ്യ സംരക്ഷണത്തിൽ കായിക വിനോദത്തിന്റെ പ്രാധാന്യമെന്ന വിഷയത്തിൽ ബോധവൽക്കരണവും നടന്നു. വായനശാല പ്രസിഡന്റ് കെ എ യൂസഫ് അധ്യക്ഷനായി. ചടങ്ങിൽ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ സി ഡിപ്ലോമ കോച്ചിംഗ് ലൈസൻസ് നേടിയ മിലാൻ സ്പോർട്സ് ഹബ് ചെയർമാൻ ബിന്നി കെ ജോസിനെ മൊമന്റോ നൽകി ആദരിച്ചു. വാർഡ് മെമ്പർമാരായ കെ എം മൈദീൻ, അബ്ദുൽ കരീം, ഷാജിമോൾ റഫീഖ്, വായനശാല സെക്രട്ടറി എം ബഷീർ, മിലാൻ ക്ലബ് സെക്രട്ടറി ഒ വി ഹസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മിലാൻ ക്ലബ് വൈസ് പ്രസിഡന്റ് കെ ബി അനസ് സ്വാഗതവും ട്രഷറർ പി എം ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ദിനം പ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന കരിമണ്ണൂർ ആർപ്പാമറ്റം റോഡിലെ കുഴി അപകടക്കണിയായി മാറുന്നതായി പരാതി. പൊതുമരാമത്ത് വകുപ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച ടാറിംഗ് നടത്തിയ റോഡിലാണ് നിരന്തരം അപകടങ്ങൾക്കിടയാകുന്ന കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയുണ്ടായ കുഴിയിൽ വീണ് ഇതിനോടകം നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കരിമണ്ണൂർ ആർപ്പാമറ്റം റോഡിലെ കുഴി അപകടക്കണിയായി മാറുന്നു. ചക്കാങ്കുന്നൽ കവലയിലാണ് തുടർച്ചയായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനോടകം ഇരുചക്ര വാഹനത്തിലെത്തിയ നിരവധി ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടതായി സമീപവാസികൾ പറഞ്ഞു. ഒരു കുഴി ഉണ്ടായിരിക്കുന്നുണ്ട്. അത് 5-8 മാസമായിട്ട് ഉള്ള ഒരു കുഴിയാണ്. ചക്കാങ്കുന്ന് കവലയോട് ചേർന്നാണ് ആ കുഴി ഉണ്ടായിരിക്കുന്നത്. സപ്ലൈയുടെ വെള്ളം ഇതിലെ പോകുമ്പോൾ അത് ഒത്തിരി ഫോഴ്സ് ചെയ്ത് വരുന്നത് കൊണ്ട് അത് കടന്നു പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ആണെങ്കിൽ പോലും ഒരു ചേട്ടൻ സ്കൂട്ടറായിട്ട് വന്നിട്ട് അത് അവിടെ എടുത്തടിച്ച് വീണു. അതിന് ആശുപത്രി അഡ്മിറ്റായെന്നാണ് പറയണത് കേട്ടത്. ഇത് പല പ്രാവശ്യം പലർക്കും അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം ചീറ്റിച്ച് ഞങ്ങളുടെ പെരക്കകത്ത് വരത്തേക്കാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുറ്റത്തൊന്നും ഞങ്ങൾക്ക് ഒരു സാധനം പോലും ഇടാൻ പറ്റുന്നില്ല ഉണങ്ങാനായിട്ട്. കാരണം വെള്ളം അതുപോലെ ഫോഴ്സിലാണ് തെറിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് ഇതുവഴിയാണ്. റോഡ് നിർമ്മാണം പൂർത്തിയായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ക്രമേണ ഇത് അപകട ഗർത്തമായി മാറുകയായിരുന്നു. ഈ കുഴി അടച്ച് എത്രയും വേഗം ഈ പ്രദേശത്തെ അപകട സാഹചര്യം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മളിവിടെ നിൽക്കുന്നത് കരിമണ്ണൂർ ആലക്കോട് റോഡാണ്. കരിമണ്ണൂരിൽ നിന്ന് ഉദ്ദേശം 2 കിലോമീറ്റർ കഴിഞ്ഞുള്ള റോഡാണ്. 5-6 മാസങ്ങൾക്ക് മുമ്പ് PWD റോഡ് ഇത് ഭംഗിയായിട്ട് ടാർ ചെയ്തതാണ്. പക്ഷേ നടുക്ക് റോഡിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇവിടെ വലിയൊരു കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. അടിയിൽ കൂടി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കടന്നു പോകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിന്നും ചില സമയത്തിൽ വളരെയധികം വെള്ളം ഇങ്ങനെ നിർഗമിക്കുന്നു. അപ്പോൾ ഈ കുഴി ഉണ്ടാവുകയും ആ കുഴിയിലെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന് ഇതിലെ വരുന്ന യാത്രക്കാർക്ക് പെട്ടെന്ന് അപകടം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇവിടെ അടുത്ത് നിൽക്കുന്ന വീട്ടുകാർ തന്നെ പറഞ്ഞു പല അപകടങ്ങൾ അവരുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. പല 2 വീലറുകാരും പെട്ടെന്ന് വന്ന് ഈ കുഴിയിൽ വീണ് അപകടം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഈ കുഴിയിൽ വീണ് അപകടമുണ്ടായി. ഇപ്പോൾ ചാഴികെട്ട ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അദ്ദേഹം കുരുത്തം കൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടാകാതെ 2-3 ആഴ്ചത്തേന് വിശ്രമത്തിലാണ്. ഈ പെട്ടെന്ന് രൂപപ്പെട്ട ഈ കുഴി എത്രയും വേഗം ഇനിയും ഒരു അപകടം ഉണ്ടാകാതെ PWD റോഡ് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ഈ കുഴി അടച്ച് ഇനി ഒരിക്കലും ഈ കുഴി ഇവിടെ രൂപപ്പെടില്ലാത്തവണ്ണം ഭംഗിയായിട്ട് കോൺക്രീറ്റ് ചെയ്ത് തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിന് നടുവിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുഴി രൂപപ്പെട്ട കാര്യം വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിന് പരിഹാരം കാണേണ്ടത് കുടിവെള്ള കണക്ഷൻ എടുത്ത ഗുണഭോക്താവാണെന്ന മറുപടിയാണ് വാട്ടർ അതോറിറ്റി അധികൃതരിൽ നിന്നും ലഭിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു. അതെ, അടിയിൽ പൈപ്പ് ഉണ്ടാകും. അതിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകി വന്നാണ് ഈ കുഴി രൂപപ്പെട്ടത്.
ആ ശരിക്കും. ആ അപ്പം അത് ഈ വീട്ടിലേക്ക് എടുത്തേക്കുന്ന കണക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഗുണഭോക്താവ് തന്നെയാണ് നന്നാക്കേണ്ടത്. ആ അപ്പൊ അവരെന്നോട് വിളിച്ചപ്പം ഞാൻ അവരോട് പറഞ്ഞു അത് നിങ്ങൾ തന്നെയാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അത് അവർക്ക് ചെയ്യാൻ കഴിയില്ലാതെ അത് അങ്ങനെയാണ് ശരിക്കും അവിടെ കുഴി രൂപപ്പെടുന്നത് തന്നെ ആ ശരിക്കും. അല്ല ഈ നടു റോഡിൽ രൂപപ്പെട്ട കുഴി എങ്ങനെയാ ഗുണഭോക്താവ് നന്നാക്കുന്നേ? ഇത് കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ വെള്ളം വന്നിട്ടുണ്ടായിരിക്കുന്ന കുഴിയാണെങ്കിൽ, പൈപ്പ് പൊട്ടി വെള്ളം വന്നിരിക്കുന്ന കുഴിയാണെങ്കിൽ എന്ത് കാര്യം ഞാൻ ആ പറഞ്ഞത്. ഓക്കെ ഓക്കെ ആ റോഡിലെ കുഴിയിൽ വീണ് നിരന്തരം അപകടമുണ്ടാകുന്നതായും ഇത് തടയാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തപസ്യ കലാസാഹിത്യവേദി ഇടുക്കി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ഉത്സവം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് VK സുധാകരൻ അധ്യക്ഷത വഹിച്ചു. തപസ്യ കലാസാഹിത്യവേദി ഇടുക്കി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ഉത്സവം തൊടുപുഴ മങ്ങാട്ടുകവല മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു. തപസ്യ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VK സുധാകരൻ അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കലയുടെയും സാംസ്കാരികതയും സാഹിത്യത്തിൻ്റെയും എല്ലാം ഒരു കൊഴിഞ്ഞുപോക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട്. അതിനെ ഏതൊക്കെ രീതിയിൽ നിലനിർത്തണമെന്നും കലാപരമായും സാംസ്കാരികമായും സാഹിത്യപരമായുമെല്ലാം പുതുതലമുറയ്ക്ക് ഒരു വഴി തെളിയിച്ചു കൊടുക്കുകയും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കലാപരമായ കഴിവുകളുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും പരിശീലനങ്ങൾ കൊടുക്കുകയും സാഹിത്യപരമായ തൊടുപുഴയുടെ ഒരു കൂട്ടുകെട്ടിനെ അല്ലെങ്കിൽ ജില്ലയിലുടനീളമുള്ള ആ കൂട്ടുകെട്ടിനെ വളരെ ചിട്ടവട്ടത്തോടുകൂടി നയിക്കുകയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാംസ്കാരിക നായകന്മാർ ഈ നാടിന് വഹിച്ചിട്ടുള്ള പങ്കുകളെക്കുറിച്ചും തുടങ്ങി കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം എന്നുള്ളതിന് കഴിഞ്ഞ നാളുകളിൽ ഒട്ടനവധി തവണ സാക്ഷ്യം വഹിക്കുകയും തെളിയിച്ചിട്ടുകൊണ്ട് തപസ്യ സാംസ്കാരിക കലാലയം. ഇന്നീ നടക്കുന്ന മെഗാ തിരുവാതിര നമുക്കറിയാം. കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് കേരളത്തിൻ്റെ കടന്നു വന്ന നാളുകളിൽ ഇന്ന് ഇതുപോലെയുള്ള കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും മറയുന്ന ഒരു സ്ഥിതിവിശേഷം. തൊടുപുഴയിലെ മുതിർന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ TR ഭവാനി മുഖ്യാതിഥിയായി ഭദ്രദീപം തെളിയിച്ചു. തപസ്യ സംസ്ഥാന അധ്യക്ഷൻ പ്രൊഫസർ PG ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയം സേവക് ഇടുക്കി വിഭാഗ് സംഘചാലക് KN രാജു തിരുവാതിര സന്ദേശം നൽകി. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ഉത്രം, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PG രാജശേഖരൻ, ബിന്ദു പത്മകുമാർ, വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ വത്സ ബോസ് എന്നിവർ പ്രസംഗിച്ചു. തപസ്യ സംസ്ഥാന സമിതി അംഗം VK ബിജു, ജില്ലാ രക്ഷാധികാരി PK രാധാകൃഷ്ണൻ പുല്ലാപ്പള്ളിൽ, ഖജാൻജി സന്തോഷ് ബാബു, വൈസ് പ്രസിഡന്റ് അജ്മോൻ മങ്കപ്ര, കിഷോർ മുട്ടം, തിരുവാതിര ഉത്സവം രക്ഷാധികാരി S പത്മഭൂഷൺ, കോർഡിനേറ്റർ നീതു സന്തോഷ് ഉത്രം എന്നിവർ നേതൃത്വം നൽകി. തപസ്യ ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മഞ്ജുഹാസൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിജു B പിള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
ലോക യുക്തിചിന്താ ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുക്തിചിന്താ ദിനാചരണം സംഘടിപ്പിച്ചു. അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് NK ദിനേശ് അധ്യക്ഷത വഹിച്ചു. ലോക യുക്തിചിന്താ ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ കമ്മിറ്റി യുക്തിചിന്താ ദിനാചരണവും യുക്തിവാദ സംഘം പ്രവർത്തകരായിരുന്ന KJ തോമസ്, M ഇലക്ട്രോൺ എന്നിവരുടെ അനുസ്മരണവും മരണാനന്തര ശരീരദാന സമ്മതപത്രവും ശാസ്ത്ര ക്ലാസും അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടത്തി. അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സുഭാഷ് തോമസ്, KS രാജു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് NK ദിനേശ് അധ്യക്ഷനായി. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി മരണാനന്തരം ശരീരം മെഡിക്കൽ കോളേജിന് നൽകുന്നതായി സമ്മതപത്രം നൽകുകയും ചെയ്തു. സംസ്ഥാന സമിതി അംഗം ഷിജി ജോസഫ് സമ്മതപത്രം ഏറ്റുവാങ്ങി. തോമസ് ഉടുമന്നൂർ, ദിവാകരൻ, അനീഷ് MC, MI മാത്യു എന്നിവരാണ് മരണാനന്തര ശരീരദാന സമ്മതപത്രം ഏൽപ്പിച്ച് മാതൃകയായത്. യോഗത്തിൽ ജസ്റ്റിൻ സുവോളജി സ്റ്റം സെൽ തെറാപ്പി ശാസ്ത്ര സെമിനാർ അവതരിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം സേതു മങ്ങാട്ട്, ജില്ലാ സെക്രട്ടറി സിജു രാജാക്കാട് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം PK രാജേന്ദ്രൻ, TB സജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഹോക്കി ഇടുക്കിയുടെ നേതൃത്വത്തിൽ തുടങ്ങനാട് സെന്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഹോക്കി സ്റ്റിക്ക് വിതരണം നടത്തി. മുട്ടം സർക്കിൾ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ അധ്യക്ഷത വഹിച്ചു. കേരള ഹോക്കി സ്കൂൾ തലത്തിൽ നടത്തുന്ന ഹോക്കി പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ഹോക്കി ഇടുക്കിയുടെ നേതൃത്വത്തിൽ തുടങ്ങനാട് സെന്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഹോക്കി സ്റ്റിക്ക് വിതരണം മുട്ടം സർക്കിൾ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എപ്രകാരം മനസ്സ് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം സ്പോർട്സ് ആണ്. കാരണം ഒരു ഹൈ സ്പീഡ് സ്പോർട്സ് നമ്മൾ എൻഗേജ് ചെയ്യുന്ന സമയത്ത്, അത് ഫുട്ബോൾ ആവട്ടെ, ഹോക്കി ആവട്ടെ, ബാഡ്മിൻ്റൺ ആവട്ടെ, എന്ത് ഗെയിം ആണെങ്കിലും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഫുൾ സ്പീഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ കയറി നോക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം മനസ്സ് അത്രയായിരിക്കും. നമ്മൾ കളിക്കാത്തിലാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ കളിക്കുന്ന സമയത്താണ്. അപ്പോൾ ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് സ്പോർട്സാണ്. അപ്പോൾ സ്പോർട്സ് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഹോക്കി അസോസിയേഷൻകാർ 20ഓളം ഹോക്കി സ്റ്റിക്കുകൾ ഫ്രീ ആയിട്ടൊന്ന് സപ്ലൈ ചെയ്യുകയാണ്. ഇത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ജില്ലാ പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ അധ്യക്ഷനായ ചടങ്ങിൽ ഹോക്കി ഇടുക്കി സെക്രട്ടറി അഡ്വക്കേറ്റ് റിജോ ഡോമി, സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിൻഡ S പുതിയാപ്പറമ്പിൽ, കേരള ഹോക്കി വൈസ് പ്രസിഡന്റ് മിനി അഗസ്റ്റിൻ, ഹോക്കി കോച്ച് റോയി ഐസക് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ കായിക അധ്യാപിക സോണിയ ജോൺ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുട്ടം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലത്ത് ഹെൽത്ത് ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ KV തോമസ് നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും കൂടിയായ VT ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം യൂണിറ്റിലുള്ള എല്ലാ ഹോട്ടൽ, ബേക്കറി, ടീ ഷോപ്പ് ഉടമകൾക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ് ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 200ഓളം സ്ഥാപനങ്ങളിലായി 1000ഓളം പേർക്ക് ഡോക്ടർ പരിശോധന നടത്തിയതിനു ശേഷം രക്തസാമ്പിളുകൾ എടുത്ത് ലാബ് പരിശോധനയും പൂർത്തിയായതിനു പിന്നാലെ ആയിരിക്കും ഹെൽത്ത് കാർഡ് വിതരണം നടത്തുന്നത്. കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും കൂടിയായ VT ഹരിഹരൻ അധ്യക്ഷനായി. ഡോക്ടർ സനൽ, ലാബ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ജിൻസി, നാൻസി എന്നിവരും ഇതിൽ പങ്കാളികളാണ്. വളരെ വിജയകരമായ രീതിയിൽ ഏതാണ്ട് 500-ലധികം തൊഴിലാളി സഹോദരന്മാരാണ് ഈ ഹെൽത്ത് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ഏതാണ്ട് 220ഓളം വരുന്ന ഹോട്ടൽ ഉടമകളും ഈ ഹെൽത്ത് ക്യാമ്പിൽ പങ്കാളികളാവും. ഇതോടെ പൂർണ്ണമായിട്ടും കോതമംഗലം യൂണിറ്റിൻ്റെ പരിധിയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും വളരെ വ്യക്തി ശുചിത്വം പാലിക്കുന്നു എന്ന് ഞങ്ങൾ ഉറപ്പാക്കുകയാണ്. ഇതിലൂടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VA അബ്ദുൽ കരീം, യൂണിറ്റ് ഭാരവാഹികളായ CJ ബെന്നി, PK സഹീർ, ആഷ ലില്ലി തോമസ്, CI എൽദോസ്, ആഷ്ലി എബ്രഹാം, PK മോഹനചന്ദ്രൻ, ഗിരീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അടുത്ത ദിവസങ്ങളിലും ഹെൽത്ത് പരിശോധന തുടരും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. LSD സ്റ്റാമ്പും കഞ്ചാവുമായി 3 യുവാക്കളെ അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. എറണാകുളം വളയഞ്ചിറങ്ങര സ്വദേശി ആകാശ് വിജയൻ, തെക്കുംഭാഗങ്കര സ്വദേശി നിഷ് K സതീഷ്, പുതുപാലം സ്വദേശി കബിൻ നടരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് 0.35 ഗ്രാം LSD സ്റ്റാമ്പും 15 ഗ്രാം ഉണക്ക കഞ്ചാവുമായി 3 യുവാക്കൾ അറസ്റ്റിലായത്. എറണാകുളം ജില്ലയിലെ വളയഞ്ചിറങ്ങര സ്വദേശി വാഴങ്ങാട്ടിൽ വീട്ടിൽ ആകാശ് വി ജയൻ, തെക്കുംഭാഗം സ്വദേശി കുന്നുകുടപ്പറമ്പിൽ നിഷ് K സതീഷ്,
പുതുപ്പാലം സ്വദേശി പറയക്കുടി വീട്ടിൽ കബിൻ നടരാജ് എന്നിവരാണ് പിടിയിലായത്. കൂടാതെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാറും 3 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ കെ രാജേന്ദ്രൻ, പ്രിവന്റീവ് ഓഫീസർമാരായ രവി വി, പ്രദീപ് കെ വി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദീപകുമാർ, BS സുരേഷ്, KM ലത്തീഫ്, CM യദുവംശരാജ്, ധനേഷ് പുഷ്പചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, അടിമാലി. കോതമംഗലം താലൂക്കിലെ മൈലൂർ മലയപ്പള്ളിയിൽ കൊടികുത്ത് നേർച്ചയും മൗലൂദ് പാരായണവും അന്നദാനവും നടന്നു. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന കൊടികുത്ത് നേർച്ച മതസൗഹാർദ്ദവും സാഹോദര്യവും നിലനിർത്തുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കാഞ്ഞിരമറ്റം മകരവിളക്ക് ചന്ദ്രക്കുടം കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ആണ്ടുതോറും മകരമാസത്തിൽ നടക്കുന്ന കൊടികുത്ത് നേർച്ച നടക്കുന്നത് ഇവിടെയാണ്. മധ്യ തിരുവിതാംകൂറിലെ പുരാതന മുസ്ലിം പള്ളിയായ മൈലൂർ ജുമാ മസ്ജിദിന്റെ കീഴിലുള്ള മലയപ്പള്ളിയിലാണ് കൊടികുത്ത് നേർച്ചയും മൗലൂദ് പാരായണവും അന്നദാനവും നടന്നത്. മൈലൂർ പള്ളിയോടനുബന്ധിച്ചുള്ള ഫരീദിയ തക്കാവ് മലയപ്പള്ളിയിൽ ആണ്ടുതോറും നടക്കുന്ന കൊടികുത്ത് നേർച്ചയ്ക്കും മൗലൂദ് പാരായണത്തിനും അന്നദാനത്തിനും 150 വർഷത്തെ പഴക്കമുണ്ട്. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന കൊടികുത്ത് നേർച്ച മതസൗഹാർദ്ദവും സാഹോദര്യവും നിലനിർത്തുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കാഞ്ഞിരമറ്റം മകരവിളക്ക് ചന്ദനക്കുടം കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ആണ്ടുതോറും മകരമാസത്തിൽ നടക്കുന്ന കൊടികുത്ത് നേർച്ച നടക്കുന്നത് ഇവിടെയാണ്. ഈ വർഷത്തെ കൊടികുത്ത് നേർച്ച പരിപാടികൾക്ക് മൈലൂർ ജുമാ മസ്ജിദ് മുതവല്ലി AM അബ്ദുൽ ഖാദർ ഹാജി നേതൃത്വം നൽകി. ഏകദേശം 300 വർഷത്തോളം പഴക്കം ചെന്ന പഴയ തറവാടിത്തവും ആധിക്യമുള്ള ഒരു പള്ളിയുടെ കീഴിൽ നടക്കുന്ന ഇഫായ തെക്കാവിൽ വെച്ച് നടക്കുന്നതായ ചന്ദനക്കുടം കൊടികുത്ത് നേർച്ച തുടങ്ങിയതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് നാളുകളായി ഏതാണ്ട് ചന്ദനക്കുടം തുടങ്ങിയിട്ട് തന്നെ 150 വർഷത്തിലേറെയായിരിക്കുകയാണ്. മതസൗഹാർദ്ദവും അതുപോലെ തന്നെ മൈലൂർ ജുമാ മസ്ജിദിന്റെ കീഴിലും അതേപോലെ പരിസര പ്രദേശങ്ങളിലെ ഒരു സാംസ്കാരിക സമ്മേളനമായിക്കൊണ്ട് നാനാജാതി വിഭാഗം ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. അവിടെ ഒരുപാട് വിധത്തിലുള്ളതായ ഉദ്ദേശങ്ങളും അതുപോലെ തന്നെ നേർച്ചകളും ഒക്കെ ഇവിടെ സമർപ്പിക്കാറുണ്ട്. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റിയെന്ന സന്തോഷ വാർത്ത അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചന്ദനക്കുടത്തിനോടനുബന്ധിച്ച് ഒരുപാട് സാംസ്കാരിക പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇനിയും അടുത്ത വർഷങ്ങളെല്ലാം വളരെ വിപുലമായിക്കൊണ്ട് ചികിത്സ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പഠനത്തിന് പുരോഗതി തുടങ്ങിയതായ ഒരുപാട് കാര്യങ്ങൾ നടത്താനുള്ളതായ തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ മതസൗഹാർദ്ദ സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ ഭാരവാഹികളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വളരെ ഭംഗിപൂർവ്വം ഇൻഷാല്ലാ അടുത്ത വർഷം നടക്കുന്നതാണ്. വഴി നടക്കുന്ന ഈ കാര്യങ്ങളിലെല്ലാം വളരെ ഒരുപാട് നാട്ടുകാരും ജാതി മതഭേദമന്യേ മുഴുവൻ ആളുകളും ഇതിനോട് സഹകരിക്കുകയും ഒത്തൊരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇത് ഈ നാടിന്റെ ഒരു സാംസ്കാരിക സമ്മേളനം കൂടിയാണ്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം KK ഹുസൈൻ, ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, AM അബ്ദുൽ കരീം, AM അബ്ദുൽ ജബ്ബാർ, ബാവപ്പിള്ള AM, ഡോക്ടർ AM ബക്കർ, കമാൽ പൊന്നിരിക്കൽ, മഹ്റൂബ് പൊന്നിരിക്കൽ, മൈലൂർ ജമാഅത്ത് ഇമാം മുഹമ്മദ് അലി ബാഖവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഹോക്കി ഇടുക്കിയുടെ നേതൃത്വത്തിൽ ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഹോക്കി സ്റ്റിക്ക് വിതരണോദ്ഘാടനം നടത്തി. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് റിജോ ഡോമി അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ സർക്കിൾ ഇൻസ്പെക്ടർ ധരജ്ഞയ ദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഹോക്കി സ്കൂൾ തലത്തിൽ നടത്തുന്ന ഹോക്കി പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ഹോക്കി ഇടുക്കിയുടെ നേതൃത്വത്തിൽ ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഹോക്കി സ്റ്റിക്ക് വിതരണം കരിമണ്ണൂർ സർക്കിൾ ഇൻസ്പെക്ടർ ധനഞ്ജയ ദാസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കളിയായിട്ട് നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന ഹോക്കി എന്ന് പറയുന്ന കളിയെ കേരളത്തിലെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സംരംഭമാണ് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഈ കളിക്ക് പ്രചാരം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ ഈ മേഖലയിലേക്ക് കുറെ കൂടെ വരുന്നു പറയുന്നു. ഇതേപോലെ ഒരു മലയോര പ്രദേശത്തെ സ്കൂളിൽ ഗ്രൗണ്ട് സൗകര്യങ്ങളുടെ സ്ഥലത്ത് ഹോക്കി കളിക്കുന്ന ഒരു നല്ലൊരു ടീമുണ്ടെങ്കിൽ ആ ടീമിന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലൊക്കെ ഒട്ടനവധി അംഗീകാരങ്ങൾ വാങ്ങാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. ഒരുപാട് സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാന തലത്തിലൊക്കെ വിജയിച്ച ഈ ഹോക്കി ഇടുക്കിയുടെ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റിന് പിന്നീട് എഞ്ചിനീയറിംഗും അതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസമൊക്കെ പ്രയോറിറ്റി കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ പിന്നീട് നിങ്ങൾ വരുമ്പോൾ പോകുമ്പോൾ PhD ജോലികൾക്കും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മുൻഗണന കിട്ടും. ഇതൊരു ഭാഗം. ഇത് കൂടാതെ
നല്ലൊരു സ്പോർട്സ്മാനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കായിക ആരോഗ്യവും നല്ല ശേഷിയും ഒക്കെ ഉള്ള കുട്ടികളായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മുമ്പോട്ട് പോകാൻ. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് റിജോ ഡോമി അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി മാത്യു, കേരള ഹോക്കി വൈസ് പ്രസിഡന്റ് മിനി അഗസ്റ്റിൻ, ഹോക്കി ഇടുക്കി വൈസ് പ്രസിഡന്റ് റോയ്സൺ കുഴിഞ്ഞാലിൽ, സ്കൂൾ PTA പ്രസിഡന്റ് ജ്യോതിഷ് പൈക്കട, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ടിഷ കുര്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഇന്ത്യൻ കായിക രംഗത്തിന് വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ സംഭാവനകൾ നേടിത്തന്നിട്ടുള്ള ഒരു ഗെയിമാണ് ഹോക്കി. ഒരു കായിക താരത്തിന് ലോകം നൽകുന്ന ഏറ്റവും വലിയ സംഭാവന ആണ് അല്ലെങ്കിൽ ആദരവാണ് ഒളിമ്പിക്സ് സ്വർണം എന്നുള്ളത്. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിത്തന്നിട്ടുള്ള ഒരു ഇനമാണ് ഹോക്കി. ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് എത്ര പേർക്ക് ഹോക്കി എന്ന ഗെയിം അറിയാവുന്നതിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. കാരണം നമ്മുടെ ചുറ്റും, നമ്മുടെ നാട്ടിൽ, പൊതുവെ നമ്മുടെ ജില്ലയിൽ ഹോക്കി പ്രചാരം അത് വളരെ കുറഞ്ഞ നിലയിലാണ് ആളുകളുണ്ടായിരുന്നു. ഇതിനൊരു മാറ്റം വരുത്താൻ കഴിയാണ് ഹോക്കി വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കലാലയങ്ങൾ നമ്മൾ ഹോക്കി സ്റ്റിക്കുകൾ വിതരണം ചെയ്ത് ഈ ഗെയിമിലേക്ക് നിരവധി വിദ്യാർത്ഥികളെ പുതിയതായിട്ട് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളുവരെ ജില്ലയിലെ ഏകദേശം 10ഓളം കലാലയങ്ങൾ ഹോക്കിയിലെ വിവിധ കോച്ചിങ് പരിശീലന ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കായിക അധ്യാപകൻ ജിമ്മി ജോസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ബിസിനസ് വാർത്ത. എഞ്ചിൻ ഉപകരണങ്ങളുടെയും ഹൗസ് കീപ്പിംഗ് ഉപകരണങ്ങളുടെയും അതിവിപുലമായ ശേഖരവുമായി എഞ്ചിൻ ഷോപ്പി തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ SB ടവറിൽ ഐമാളിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജും ആദ്യ വിൽപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമന് നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും സ്പെഷ്യൽ ഓഫറായി 7,800 രൂപ വില വരുന്ന ബ്രഷ് കട്ടർ 5,999 രൂപയ്ക്കും ചെയിൻസോ 4,999 രൂപയ്ക്കും ലഭിക്കും. കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 70% വരെ സബ്സിഡിയും ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കാർഷിക വ്യാവസായിക നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏതു ജോലിക്കും ആവശ്യമായ മെഷീനറികൾ, ടൂൾസ്, എഞ്ചിൻ ഉപയോഗിക്കുന്ന മെഷീനുകൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് കഴിഞ്ഞ 25 വർഷക്കാലത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ SB ടവറിൽ പ്രവർത്തിച്ചു വരുന്ന ഐമാളിന്റെ പുതിയ സംരംഭമായ എഞ്ചിൻ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. തൊടുപുഴയിലെ യന്ത്രസാമഗ്രികളുടെയും അതുപോലെ ടൂൾസുകളുടെയും വിപുലമായൊരു ശേഖരണം തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഐമാൾ ഇന്നൊരു വ്യത്യസ്തമായ ബോൾട്ട് അല്ലെങ്കിൽ മിഷനറീസിൻ്റെ അതിൻ്റേതായ വ്യത്യസ്തമായ തൊടുപുഴയിൽ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കാർഷിക മേഖലയിലും നിർമ്മാണ മേഖലയിലുമെല്ലാം വലിയൊരു കാലഘട്ടത്തിനനുസൃതമായ മാറ്റം വന്നപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള മിഷനറീസ് അതിൻ്റെ വിൽപ്പന മാത്രമല്ല, അതിൻ്റെ റിപ്പയറിങ്ങും നമ്മൾ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളെ ആശ്രയിച്ച് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് തൊടുപുഴയിൽ തന്നെ ഒരു കുടക്കീഴിൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. തൊടുപുഴയിലുള്ള ആളുകളെ സംബന്ധിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ സ്ഥാപനത്തിൻ്റെ വ്യത്യസ്തമായൊരു മേഖലയും കൂടെ തുറന്നിരിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ സ്ഥാപനത്തിനോട് സഹകരിച്ചു വന്ന ജനങ്ങളും ഈ നാട്ടുകാരും അതുപോലെ ജനപ്രതിനിധികൾ, വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഇനിയും ഉണ്ടാവും. ജഗദീശന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്ഥാപനത്തിന് ഉണ്ടാകട്ടെ എന്ന്. ആദ്യ വിൽപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമനിൽ നിന്നും ഡോക്ടർ ജോർജ് ചാക്കോച്ചൻ ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ PG രാജശേഖരൻ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഐമാളിന്റെ ഒരു സഹോദര സ്ഥാപനമായ എഞ്ചിൻ ഷോപ്പ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള ജനറേറ്റർ അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. 8ഓളം ബ്രാൻഡുകളുടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവരുടെ സർവീസാണ് ഏറ്റവും എടുത്ത് പറയുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും സർവീസ് സൗകര്യം കൂടെ ഇവിടെ ഉണ്ട്. ഇതിന് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ്റെ എല്ലാ ഭാഗങ്ങളും തരുന്നു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് തൊടുപുഴയിൽ വ്യാപാര രംഗത്ത് പ്രവർത്തിച്ച് വലിയ പരിചയമുള്ള ഇതിൻ്റെ ഉടമകൾ ഇന്ന് നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ, അതോടൊപ്പം കാർഷിക മേഖലയ്ക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ഷോറൂം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അത് തീർച്ചയായിട്ടും തൊടുപുഴയിലെ ജനങ്ങൾക്ക് വളരെയധികം സഹായകരമാവും. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും എർത്ത് ഓഗർ, വാട്ടർ പമ്പ്, HT പമ്പ്സ്, കോൺക്രീറ്റ് കട്ടർ, കോൺക്രീറ്റ് വൈബ്രേറ്റർ, എർത്ത് ഹാമേഴ്സ്, ഫോർ ക്ലീനർ, വാക്വം ക്ലീനർ, കാർ വാഷർ, വെൽഡിംഗ് മെഷീൻ, ജനറേറ്റർ,
ഹാൻഡ് ടൂൾസ്, അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയും വിൽപ്പനാനന്തര സേവനവും സർവീസും ഉത്തരവാദിത്തത്തോടെ സ്ഥാപനത്തിൽ നിന്നും ചെയ്തു നൽകുമെന്നും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും സ്പെഷ്യൽ ഓഫറായി 7,800 രൂപ വില വരുന്ന ബ്രഷ് കട്ടർ 5,990 രൂപയ്ക്കും ചെയിൻസോ 4,990 രൂപയ്ക്കും ലഭിക്കും. കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 70% വരെ സബ്സിഡിയും ലഭ്യമാക്കും. കൂടാതെ പലിശരഹിത ബജാജ് EMI സേവനവും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായും മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കൂടുതൽ മിഴിവേകാൻ ഫെയർ ആൻഡ് ഗ്ലാം ബ്യൂട്ടി സലൂൺ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സ്റ്റാർ മാജിക് താരം അനുമോൾ നിർവഹിച്ചു. മുൻ MP ജോയ്സ് ജോർജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 30% ഓഫറും സ്ഥാപനം നൽകുന്നു. 20 വർഷമായി ബ്യൂട്ടി കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഫെയർ ആൻഡ് ഗ്ലാം ബ്യൂട്ടി സലൂൺ. സൗന്ദര്യം എന്നത് ദൈവത്തിന്റെ ദാനമാണ്. അത് ഒന്നിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകരുന്നു. ബ്യൂട്ടി പാർലർ എന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കുട്ടികൾക്കും ആവശ്യമായ ഒന്നായി മാറിയിരിക്കുകയാണ്. ആധുനിക യുഗത്തിൽ ജീവിതശൈലി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബ്യൂട്ടി പാർലറിന്റെ ആവശ്യകതയും ഏറെയാണ്. മനുഷ്യനെ ഇപ്പോഴും സന്തോഷവാന്മാരാക്കി വെക്കുന്നത് അവനവന്റെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണ്. കഴിഞ്ഞ 20 വർഷമായി സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മിഴിവേകി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഫെയർ ആൻഡ് ഗ്ലാം ബ്യൂട്ടി സലൂൺ. എയർ ഫ്രഷ് മേക്കപ്പ്, ഹൈഡ്രാഫേഷ്യൽ, മൈക്രോബ്ലേഡിംഗ്, സ്പാ, ഹെയർ എക്സ്റ്റൻഷൻ, നെയിൽ എക്സ്റ്റൻഷൻ തുടങ്ങിയവയിൽ വിദഗ്ധ സേവനം ഇവിടെ ലഭിക്കും. ഫെയർ ആൻഡ് ഗ്ലാമിന്റെ 4ാമത്തെ ബ്രാഞ്ചാണ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സ്റ്റാർ മാജിക് താരം അനുമോൾ നിർവഹിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ ഇനാക്ഷൻ ചെയ്തിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും സലൂണുകളാണ് കേട്ടോ. ഒരുപാട് സലൂണുകൾ, എനിക്ക് ഇഷ്ടം സലൂണ് ഉദ്ഘാടനം ചെയ്യാനാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സലൂണിലാണ്. നമ്മളെപ്പോഴും സുന്ദരിയായിട്ടിരിക്കണമെങ്കിൽ എന്താ പറയണ്ടേ, നമ്മൾ സലൂണിന് സഹായം തേടണം അല്ലേ? അതെ, ഞാൻ എന്താ പറയുക, ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതലും ഒരു മാസത്തിൽ ഞാൻ 2-3 ദിവസമെങ്കിലും സലൂണിൽ പോകാറുണ്ട്. എനിക്ക് എന്താ പറയുക, പോവാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങി അത് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 2ാമത്തെ ബ്രാഞ്ച് തുടങ്ങാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് സലൂണ്. ഇത് 3ാമത്തെ, അതെ അല്ലെ, ഞാൻ പറയുന്ന എക്സാമ്പിൾ പറയുക. അപ്പൊ 3ാമത്തെ ബ്രാഞ്ച് ഇതേ നിങ്ങൾ തൊടുപുഴ, എന്തായാലും തൊടുപുഴക്കാർക്ക് വലിയൊരു അടിപൊളി ഒരു ഫാമിലി സലൂൺ വന്നിരിക്കുകയാണ്. ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുട്ടികൾക്കും ആയിട്ട് എല്ലാവരും സലൂണിൽ വരാ, വിസിറ്റ് ചെയ്യുക, സർവീസ് എടുക്കുക. വെറുതെ എന്താ പറയണ്ടേ, എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, എല്ലാവരും പറയും കാരണവരുടെ സൗന്ദര്യമായിരിക്കും എനിക്കുള്ളത്, അല്ലെങ്കിൽ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാറില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. നമുക്കിപ്പോൾ ഹെയറിനൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹെയർ വളരണമെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മളെ ശരീര സൗന്ദര്യം എപ്പോഴും നിലനിർത്തണമെങ്കിൽ അത് സലൂണിന്റെ സഹായം തേടിയേ പറ്റുള്ളൂ. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ്, ഇടുക്കി മുൻ MP ജോയ്സ് ജോർജ്, മർച്ചന്റ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പോൾ ലൂയിസ്, സംഘടനാ തൊടുപുഴ മേഖലാ പ്രസിഡന്റ് അജു പുരുഷോത്തമൻ, സെക്രട്ടറി സജി പോൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
വർധന മാത്രമല്ല സൗന്ദര്യ സംരക്ഷണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെയായിട്ടാണ് ഫെയർ ആൻഡ് ഗ്ലാം പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനോഹരമായി ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് സഹായകരമാകുന്ന രീതിയിൽ അത് മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ് അവരുടെ അപ്പിയറൻസ് എന്ന് നമ്മൾ പറയുന്നത്. ആ വ്യക്തിത്വം നന്നായി പ്രകാശിപ്പിക്കുന്നതിന്, നല്ല ആത്മവിശ്വാസത്തോടുകൂടി ആളുകളുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്നതിന്, പ്രവർത്തിക്കുന്നതിന്, സംസാരിക്കുന്നതിനൊക്കെ ആളുകളെ പ്രാപ്തരാക്കുന്നത് ഒരു സ്വയം ബോധ്യമാണ്. ഞാൻ പ്രസൻറ്റബിൾ ആണ് എന്ന ബോധ്യമാണ്. അപ്പോൾ ഓരോരുത്തരെയും പ്രസൻറ്റബിൾ ആണ് എന്ന് അവരെ സ്വയം ബോധ്യപ്പെടുത്താൻ, ആ ബോധ്യത്തിലൂടെ അവർ ആർജിച്ചെടുക്കുന്ന ഈ ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയകരമായി പ്രവർത്തിക്കുന്നതിനൊക്കെ ഈ സ്ഥാപനം ഫെയർ ആൻഡ് ഗ്ലോ വർഷങ്ങളായി നിൽക്കുകയാണ്. കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 30% ഓഫറും ഉണ്ടായിരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ബ്രൈഡൽ മേക്കപ്പ്, ഹെയർ, സ്കിൻ, നെയിൽ തുടങ്ങിയ സർവീസ് സ്ഥാപനം നൽകുന്നു. വിദഗ്ധരായ ജീവനക്കാരാണ് ഫെയർ ആൻഡ് ഗ്ലാം ബ്യൂട്ടി സലൂണിന്റെ മുഖമുദ്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്തർക്ക് ആധ്യാത്മിക പുണ്യം പകരുന്ന 11 ദിനരാത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന കരിമണ്ണൂർ ആർപ്പാമറ്റം റോഡിലെ കുഴി അപകടക്കെണിയായി മാറുന്നതായി പരാതി. തപസ്യ കലാസാഹിത്യവേദി ഇടുക്കി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ഉത്സവം നടത്തി. ഹോക്കി ഇടുക്കിയുടെ നേതൃത്വത്തിൽ തുടങ്ങനാട് സെന്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഹോക്കി സ്റ്റിക്ക് വിതരണം നടത്തി. LSD സ്റ്റാമ്പും കഞ്ചാവുമായി 3 യുവാക്കളെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.